തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ മാറി മാറി വരുന്ന പാലക്കാട് ഇരട്ട വോട്ടാണ് ഇപ്പോഴത്തെ ചർച്ച. മണ്ഡലത്തിൽ 2700ഓളം വ്യാജ വോട്ടുണ്ടെന്ന് CPM ആരോപിക്കുന്നു. BJP ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസ്, കോൺഗ്രസ് പ്രവർത്തകർ എന്നിവരുടെ പേരുകളാണ് CPM ചൂണ്ടിക്കാട്ടിയത്. ഇത് ഞങ്ങളുടെ പ്രവർത്തകർ സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോൾ ഈ പറയുന്ന ആളുകളെയൊന്നും വീടുകളിൽ കാണാനില്ല. പലരും വിവിധ പ്രദേശങ്ങളിലോ വിവിധ മണ്ഡലങ്ങളിലുള്ള ആളുകളാണ്. ആരോപണം BJP നിഷേധിച്ചു. പട്ടാമ്പിയിലുള്ള ഒരാൾക്ക് പാലക്കാട്ട് വോട്ട് ചേർക്കാൻ പാടില്ല എന്നില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ താമസിക്കുന്നത് ഇവിടെയാണ്. പ്രധാനമായിട്ടും ഞാൻ ജില്ലാ പ്രസിഡന്റാണ്. ഞാനിവിടെ വോട്ട് ചേർന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ CPMന്റെ AKG സെന്ററിലുള്ള ആളുകളുടെ വോട്ടൊക്കെ, നേതാക്കന്മാരുടെ വോട്ടൊക്കെ ഇതുപോലെ കള്ളവോട്ടായിട്ട് മാറേണ്ടി വരും. P. സരിന്റെ പേര് ഒറ്റപ്പാലത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് പാലക്കാട്ടേക്ക് മാറ്റിയത് ചട്ടങ്ങൾ പാലിക്കാതെയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മിനിമം 6 മാസമെങ്കിലും താമസിക്കണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് നിയമപ്രകാരമുള്ള ചട്ടം. ആ ചട്ടം ലംഘിച്ചിരിക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി തന്നെയാണ്. വ്യാജ വോട്ട് ചേർത്തിരിക്കുന്നത് CPM ആണ് എന്ന് ഒന്നാമതായി തെളിഞ്ഞിരിക്കുക. സ്ഥാനാർത്ഥി തന്നെ വ്യാജമായിട്ടാണ് വോട്ട് ചേർത്തിരിക്കുന്നത്. 6 വർഷമായി പാലക്കാട് തനിക്ക് വീടുണ്ടെന്ന് P. സരിൻ വിശദീകരിച്ചു. 6 വർഷമായിട്ട് എൻ്റെ വീട് ഇവിടെയുണ്ട്. ഞാൻ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇവിടെയും ഒറ്റപ്പാലത്തിന്റെ വാടക വീട്ടിലുമായിട്ട് താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പരസ്യമായിട്ട് VD സതീശനും CK ശ്രീകണ്ഠനും വന്ന് തെളിയിക്കട്ടെ. ശ്രീകണ്ഠൻ പറഞ്ഞ ഈ കാര്യം കറക്റ്റാ. എന്ത്, ഞാൻ 3 മാസമായിട്ടുള്ള ഇപ്പോഴത്തെ ഈ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയിട്ട്. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും പാലക്കാട് നേതാക്കൾ പാർട്ടി വിടുന്നത് തുടരുകയാണ്. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി OP കൃഷ്ണകുമാരി പാർട്ടി വിട്ട് CPMലെത്തി. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.